സർ, ആയുർവേദത്തിന് കേരളം നൽകിയ സംഭാവനയെക്കുറിച്ചൊന്ന് പറയാമോ? ഉത്തരേന്ത്യയിലാണ് നമ്മുടെ ഈ ഇന്നത്തെ ഒരു 2-3 തരത്തിലുള്ള നമ്മൾ ആദ്യം ഈ പാരമ്പര്യ ചികിത്സ ഒരു വലിയ ചികിത്സയായി വളർന്നു വന്നത്. ഒന്ന് ഇന്ത്യയിലാണ്, 2 ഗ്രീസിൽ, അത് നമ്മൾ യുനാനി എന്ന് പറയുന്നത്. അത് യുനാനി ഗ്രീസിൽ നിന്ന് പിന്നീട് അറേബ്യയിൽ വരികയുണ്ടായി, ഇറാനിൽ വന്നുകൊണ്ട് അവിടുന്ന് ഡെവലപ്പ് ചെയ്തു. 3 ചൈനീസ്. ഈ 3 എണ്ണമാണ് ഏറ്റവും അധികം പ്രധാനമായിട്ടുള്ളത്. ഇതിൽ നിന്ന് ഏറ്റവും അധികം മുമ്പിൽ നിൽക്കുന്നത് ആയുർവേദം തന്നെയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ നോർത്ത് ഇന്ത്യ ആയിരുന്നു. കാരണം നമ്മുടെ ജീവകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗിരിവ്രജത്തിലായിരുന്നു. അവിടെ നിന്ന് ഒന്ന് മഹാത്മാ ബുദ്ധൻ്റെയും അതേപോലെ ബിംബിസാര ചക്രവർത്തിയുടെയും അദ്ദേഹം ഒഫീഷ്യൽ ഫിസിഷ്യൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണശാലയുണ്ട്. ആ ശാല അത് നല്ല നിലയ്ക്ക് കുറേ അതിൻ്റെ സംരക്ഷണം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അത് രാജഗീർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അതേപോലെ ധന്വന്തരിയുടെ പ്രയോഗശാല എന്ന് പറഞ്ഞ നിരീക്ഷണാലയം, അത് പട്നയിലെ കുംഭ്രാഹർ എന്ന് പറയുന്ന, അതായത് ഇതിൻ്റെ തലസ്ഥാന നഗരിയുണ്ട്. ഈ തലസ്ഥാന ചന്ദ്രഗുപ്ത മൗര്യൻ്റെയും അതേപോലെ തന്നെ അശോകൻ്റെയും തലസ്ഥാന നഗരിയായിരുന്നു. അവിടെ നിന്ന് എക്സ്കവേഷൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോഗശാല എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷനും കിട്ടുകയുണ്ട്. അപ്പോൾ ഇതൊക്കെയായിട്ട് സംരക്ഷണം ചെയ്യാനുള്ള ഒരവസരം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടെയാണ് ജനിച്ചതെങ്കിലും പക്ഷെ പിന്നീട് വളർന്നത് ഒരു വലിയ ശാഖയായിട്ട് വരാൻ കഴിഞ്ഞത് നമ്മുടെ ചെറിയ കൊച്ചു കേരളത്തിലാണ്. അതിന് ഒന്ന് നമ്മുടെ കോട്ടയ്ക്കൽ ഫാർമസിയോടും അതേപോലെ തന്നെ കോയമ്പത്തൂർ ആര്യ ഫാർമസിയോടും നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഇവരുണ്ടായിരുന്നെങ്കിൽ ഈ 2 പ്രധാനപ്പെട്ട, അതേപോലെ തന്നെ വേറെയും പാരമ്പര്യമായിട്ടുള്ള ശാഖകളുണ്ട്. ഇതിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എത്രയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനെ ജീവിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇതിന് കിട്ടിയ സ്വീകാര്യത ഇത്ര തന്നെ കിട്ടുമായിരുന്നില്ല. പിന്നീട് രണ്ടാമത് ഉത്തരേന്ത്യയിൽ തന്നെ ഇന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണവും നമ്മുടെ കൊച്ചു കേരളം തന്നെയാണ്.